ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറി അടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അവിടുത്തെ പലരുടെയും ഗുരുവായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പല വ്യവസായികളിലും അദ്ദേഹത്തെ മനസ്സാ ഗുരുവായി വരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും അനുഗ്രഹം കൊടുക്കുന്ന സന്യാസ ശ്രേഷ്ഠന്മാർക്ക് അങ്ങ് അനുഗ്രഹം കൊടുക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട്. അത് കോമഡി ആയിപ്പോയി. ശരിക്കും അവർക്ക് അനുഗ്രഹം കൊടുക്കത്തക്ക രീതിയിൽ ഭദ്രാനന്ദ സ്വാമി വളർന്നോ എന്ന് മലയാളികൾ ചോദിക്കുമ്പം ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് അദ്ദേഹത്തിനെ അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയും പേര് വണങ്ങുന്നത്? ഇതിനിടയ്ക്ക് മറുനാടൻ ഷാജൻ സ്കറിയ പറഞ്ഞു തോക്ക് സ്വാമിയുടെ സമയം മാറി, പ്രഡിക്ഷനൊക്കെ നന്നായിട്ട് വരുന്നു, ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്നു. അതും കർണാടകയിലെ പൊളിറ്റിക്കൽ പാർട്ടികളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മാറി വരുന്നു. എന്തിനു പറയുന്നു, ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന പതനത്തെക്കുറിച്ച് മുൻകൂർ പ്രെഡിക്റ്റ് ചെയ്തത് അതുപോലെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കുമാരസ്വാമിയുടെ പ്രഡിക്ഷൻ അല്ലേ, അച്ഛനോട് പറഞ്ഞു മകൻ CM ആകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതേപോലെ ഒത്തിരി പ്രഡിക്ഷൻസ് നമുക്കിവിടെ എടുത്തു പറയാവുന്ന ഒത്തിരി പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇന്നത്തെ കാലത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു പ്രഡിക്ഷൻ ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇലക്ഷനാണ് കടന്നു വരുന്നത്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിക്കില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് 400 സീറ്റ് ലഭിക്കില്ല എന്ന് പറയാൻ തക്ക രീതിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഓറയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പറയുന്നത് നരേന്ദ്രമോദി കടന്നു വന്നാൽ ഒരു സിംഹത്തിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ശ്രേഷ്ഠമായ ഓറയുള്ള ഒരാളാണെന്ന് ജനങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ സ്വാമി പറയുന്നു നരേന്ദ്രമോദിയുടെ ഓറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ഉടൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ജനങ്ങളെല്ലാം ഇങ്ങനെ മാറാനായിട്ട് അങ്ങ് എന്ത് മാന്ത്രികതയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള 2 വസ്തുക്കളുണ്ട്. അറിഞ്ഞതിനേക്കാളും അറിയാത്ത കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൽ കൂടുതലും എന്നല്ലേ. മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ധർമ്മപുത്രനാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രതീക്ഷ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും മോദിജി അത്രയും യോഗ്യനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഒരു റോഡ് ഷോ തന്നെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ നമ്മൾ നല്ലത് പറയുന്നതിനൊപ്പം തന്നെ ഒരു മനുഷ്യനിൽ പോസിറ്റീവ് എന്നുള്ളതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസും ഉണ്ടാവും. അപ്പം മോദിജി ഈ ലെവലിലേക്ക് എത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ഓറയുടെ ഒരു ചേഞ്ചാണ്. ഈ ഓറയും ചക്രയും ആണ് നമ്മളെ വിജയിപ്പിക്കുന്ന 2 വസ്തുക്കൾ. അതായത് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തിൽ ഇതിനകത്ത് ആപ്സ് എന്ന് പറയുന്ന കുറേ ആപ്പുണ്ട്. ഈ ആപ്പിൽ കൃത്യമായിട്ട് ഈ ആപ്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കുന്ന കാര്യം ആ മൊബൈൽ കൃത്യമായിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ഫേസ്ബുക്കിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടില്ല. അതുപോലെ നമ്മുടെ ഈ ആജ്ഞാചക്രം എന്ന് പറയുന്ന ഇത് ഒരു ആപ്പാണ്. ഇവിടെ ഒരു എനർജി ഉണ്ട്. അതായത് നമുക്കൊരു സപ്ത ആപ്പുകൾ എന്ന് പറയും. 7 സപ്തചക്ര പോലെ തന്നെ അതിൽ 7 ആപ്സായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഈ ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരാളെ കണ്ടാൽ ഇപ്പോൾ നരേന്ദ്രമോദിജി ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ പ്ലേസ് ചെയ്യുന്നു, അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന് എങ്ങനെ പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഉൾക്കാഴ്ച മോദിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫെയിലിയറാണ്. മോദിജിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് ചക്ര പാരലൈസിസ് എന്ന് പറയുന്നത്, അത് ചക്ര പാരലൈസ്ഡ് ആയിക്കഴിഞ്ഞു, കൂടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഓറ സ്ട്രോക്ക്, ഈ ഫോണിനകത്ത് ചാർജ് ചെയ്യുമ്പോൾ ഈ ചാർജ് കറക്റ്റായിട്ട് കയറിയില്ല, ബാറ്ററി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോക്കായ പോലത്തെ അവസ്ഥയാണ്. ഇത് വർക്ക് ചെയ്യില്ല. അപ്പം ആപ്പും അതുപോലെ തന്നെ സ്ട്രോക്കും, ഈ സ്ട്രോക്ക് വന്നാലും പാരലൈസിസ് വന്നാലും നമ്മളുടെ ഫോൺ വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ബോഡീനെ നമ്മൾ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ മോൾഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. ബേസിക്കലി വി ഓൾ ആർ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്. പക്ഷെ അത് നമ്മൾ അൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേസ്റ്റാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നരേന്ദ്രമോദി പോയിക്കൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് പണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സത്യാന്വേഷികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തി പറയാനുള്ള കഴിവ് അവർക്കുള്ളതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. ഇന്ന് അങ്ങനത്തെ ആൾക്കാർ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും അവരിലൂടെ.